നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ സീരിയൽ ലോകം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലത്ത് വീണ് കിടന്നിരുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. തലക്കടിച്ചാണോ രക്തസ്രാവം ഉണ്ടായതെന്നും സംശയമുണ്ട്. മാത്രമല്ല, അദ്ദേഹം കരൾ രോഗിയുമായിരുന്നു. അതിനെ തുടർന്നുള്ള രക്തസ്രാവമാണോ ഇതെന്നും അന്വേഷിക്കുന്നുണ്ട്. മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും കാണാൻ കഴിഞ്ഞതുമില്ല. മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. അതിന്റെ ഫലം വന്നതിനു ശേഷം മാത്രമായിരിക്കും കൃത്യമായ മരണകാരണം വ്യക്തമാവുക. ഞായറാഴ്ച ഉച്ചയോടെയാണ് ദിലീപിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സീരിയൽ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്തെത്തിയ ദിലീപ് ശങ്കർ 4 ദിവസം മുൻപാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം. അവസാന ദിനം ഷൂട്ടിംഗ് പൂർത്തിയാകുന്ന സമയത്ത് താരത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായും അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. ഇടയ്ക്ക് 2 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ഷൂട്ടിംഗ് ആരംഭിച്ചതിനു ശേഷം ഇത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ അണിയറ പ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മുറിയിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടത്. ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്.